പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ WWE മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ലാഡർ മത്സരമാണ്. വുമൻസ് ലാഡർ മത്സരത്തിൽ പങ്കെടുത്ത 6 റെസ്ലേഴ്സ് നയോമി, റിയ റിപ്ലി, റോക്സിനി പെരസ്, അലക്സിയ ബ്ലിസ്, സ്റ്റെഫിനി വേക്കർ, ജൂലിയ തുടങ്ങിയ 6 പേരായിരുന്നു. ഈ 6 റെസ്ലേഴ്സിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരു മത്സര പ്രകടനമാണ് ഈ 6 റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ലാഡർ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. റിയ റിപ്ലി എന്ന് പറയുന്ന താരത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ജൂലിയ റോക്സിനി പെരസ് ആക്രമണം നടത്തുന്നതും റിങ്ങിൻ്റെ പുറത്ത് റിയ റിപ്ലിയുടെ മേത്തേക്ക് ലാഡറൊക്കെ ഇട്ട് തിരികെ വരാൻ സാധിക്കാത്ത രീതിയിൽ റിയ റിപ്ലിയെ ആക്രമിക്കുന്നതായിട്ടുള്ള മൊമെൻറ്റ്സും കാണിച്ചു. അവിടെ നിന്ന് റിയ റിപ്ലി തിരികെ വരുന്നതും റോക്സിനി പെരസിനെയും ജൂലിയയെയും ഫിനിഷർ അടിച്ച് ആക്രമിക്കുന്ന ഒരു മൊമെൻ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ ലാഡറിൻ്റെ മുകളിൽ നിന്ന് ഒരേ സമയത്ത് റോക്സിനി പെരസും അലക്സിയ ബ്ലിസും കോഡ് റെഡ് എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് റെസ്ലേഴ്സിനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അലക്സിയ ബ്ലിസിൻ്റെ സിസ്റ്റർ എബിഗെയിൽ DDT എന്ന് പറയുന്ന ഫിനിഷറും റിയ റിപ്ലിയുടെ റിപ്റ്റൈഡ് എന്ന് പറയുന്ന ഫിനിഷറും ഒരേ സമയത്ത് റോക്സിനി പെരസ്, ജൂലിയ തുടങ്ങിയവർക്കെതിരെ ഇരുവരും ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും അവർ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തുല്യമായിട്ടുള്ള പ്രാധാന്യം എല്ലാ റെസ്ലേഴ്സിനും കൊടുക്കുന്ന രീതിയിൽ ലാഡറിലേക്കുള്ള കുറേയധികം മൊമെൻറ്റ്സ് കാണിക്കുന്ന രീതിയിൽ എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ മത്സരം പോകുകയും അവസാനത്തിൽ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് നയോമി ആ ബ്രീഫ് കേഴ്സ് എടുത്ത് മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2025 മിസ്സിസ് മണി ഇൻ ദ ബാങ്കായി നയോമി വിജയിക്കുന്നതോടുകൂടി ആദ്യ മത്സരം അവസാനിക്കുന്നു. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ച മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോ AAA റെസ്ലറായ ഒക്ടാഗൻ ജൂനിയറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ ഒരു മത്സരം കൺഫേം ചെയ്യുന്നത് പ്രീമിയം ലൈവ് ഇവൻറ്റിന് 2 മണിക്കൂർ മുൻപ് മാത്രമാണ്. വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റിലെ ആദ്യ മത്സരത്തിൽ 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ ഒക്ടാഗൻ ജൂനിയറിൻ്റെ ടീം വിജയിച്ചു. മത്സരം വീക്ഷിക്കാൻ വന്ന ഡൊമിനിക്കുമായിട്ട് ഒക്ടാഗൻ ജൂനിയർ ഒരു ഫൈറ്റ് ഉണ്ടാക്കുകയും ഇരുവരും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്യുകയും ചെയ്തു. അതിന് പ്രകാരം നടന്ന മത്സരത്തിൽ ലിവ് മോർഗൻ്റെ ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ ഒക്ടാഗൻ ജൂനിയറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. AAA റെസ്ലറായ ഒക്ടാഗൻ ജൂനിയറിനെ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ ആരാധകർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും അവർ ഈ മത്സരം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നില്ല. അത്തരത്തിലുള്ളൊരു റിസൾട്ടുമാണ് ഡൊമിനിക് മിസ്റ്റീരിയോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിലൂടെ കാണാനും സാധിച്ചത്. മൂന്നാമതായി നടന്നിട്ടുണ്ടായിരുന്നത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയ ബെക്കി ലഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ബെക്കി ലഞ്ച് പരാജയപ്പെട്ടാൽ ബെക്കി ലഞ്ച് ലൈറ വാൽക്കീരിയയുടെ കൈവശം ഈ ഒരു IC ടൈറ്റിൽ ഇരിക്കുന്ന കാലത്തോളം ടൈറ്റിലിന് ഇനി ചലഞ്ച് ചെയ്യില്ല എന്നുള്ളൊരു സ്റ്റിപ്പുലേഷൻ ഉണ്ടായിരുന്നു. ബെക്കി ലഞ്ച് വിജയിച്ചാൽ ബെക്കി ലഞ്ചിൻ്റെ കൈ ഉയർത്തിപ്പിടിച്ച് ലൈറ ബെക്കിയാണ് മികച്ച റെസ്ലർ എന്നുള്ളത് സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളൊരു സ്റ്റിപ്പുലേഷൻ കൂടി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ഉണ്ടായിരുന്നു. കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് 2 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. മത്സരം ഒരിക്കലും ഒരു സ്ലോ പേസിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. മത്സരത്തിൽ നല്ല മൂവ്സൊക്കെ റിങ്ങിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ചെയ്ത് മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിൽ എത്തുന്ന ഒരു സമയത്ത് 9 വരെ 2 പേരും റിങ്ങിൻ്റെ പുറത്തുള്ളപ്പോൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. 10ാമത്തെ കൗണ്ടിന് മുൻപ് 2 പേരും ഒരേ സമയത്ത് തിരികെ റിങ്ങിൽ കയറുന്നുണ്ട്. പിൻഫോൾ അറ്റംപ്റ്റിന് വേണ്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ അവസരങ്ങൾ മാറി മറിയുന്നുണ്ട്. ഇതിൽ ഒരു ഡേർട്ടി വർക്കോട് കൂടിയിട്ട് ബെക്കി ലഞ്ച് ലൈറ വാൽക്കീരിയയുടെ ടൈറ്റിൽ പിടിച്ചുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ലൈറ വാൽക്കീരിയയെ പരാജയപ്പെടുത്തി ബെക്കി ലഞ്ച് പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകുന്നതാണ് കാണാൻ സാധിച്ചത്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ കൈ ഉയർത്തിപ്പിടിക്കാൻ ബെക്കി ആവശ്യപ്പെടുന്നു. ലൈറ വാൽക്കീരിയ മനസ്സോടുകൂടി കൈ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം കൈ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴും അത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബെക്കി മികച്ചൊരു റെസ്ലറാണെന്ന് ലൈറ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടൈറ്റിൽ തൻ്റെ അരയിലേക്ക് കെട്ടിത്തരാൻ ബെക്കി ആവശ്യപ്പെടുന്നു. കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് ഒരു ജർമ്മൻ സുപ്ലക്സും പിന്നെ താരത്തിൻ്റെ ഒരു ഫിനിഷറും അടിച്ചുകൊണ്ട് ലൈറ റിങ്ങി വിട്ടു പോകുന്നതും ആ ഒരു മൊമെൻറ്റും കൂടി കാണിച്ചുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. 4ാമതായി നമുക്ക് കാണാൻ സാധിച്ച മത്സരം മെൻസ് മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരമായിരുന്നു. അതികിടിലമായിട്ടുള്ള പെർഫോമൻസ് ഇതിൽ പങ്കെടുത്ത 6 റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ ഇൻ്റർഫിയറൻസ് നടത്തിയ എല്ലാ റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. സെത്രോളിൻസ്, LA നൈറ്റ്, പെൻഡ, ആൻഡ്രാഡെ, എൽഗ്രാൻഡ്, അമേരിക്കാനോ, സോളസിക്കോവ തുടങ്ങിയവരായിരുന്നു ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മത്സരം ആരംഭിക്കുന്ന ഉടനെ തന്നെ സെത്രോളിൻസിനെ പെൻഡയും ആൻഡ്രാഡയും LA നൈറ്റും ചേർന്ന് ആക്രമിച്ച് റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇടുന്നുണ്ട്. സോളസിക്കോവയെ ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോളസിക്കോവയെയും ഇവർ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ആരംഭിച്ച മത്സരം പതിയെ പോലെ കിടിലമായിട്ടുള്ള മൂവ്സ് അതുപോലെ തന്നെ ലാഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇതിലേക്കൊക്കെ എത്തുന്നു. എൽ ഗ്രാൻഡ് അമേരിക്കാനോ ഒരു ഫയർ ബോൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ലാഡർ, ഒരു റെഡ് കളറുള്ള ലാഡറൊക്കെ എടുത്തുകൊണ്ട് അതുപയോഗിച്ച് റെസ്ലേഴ്സിനെ ആക്രമിക്കുന്നുണ്ട്. എൽ ഗ്രാൻഡ് അമേരിക്കാനോയുടെ കിടിലൻ മൊമെൻറ്റ് നമുക്ക് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിച്ചു. ആ റിങ്ങിൻ്റെ വെളിയിൽ നിന്ന് ഒരു ലാഡർ ചാരി വെച്ച് റിങ്ങിൻ്റെ ഉള്ളിലെ ഒരു ലാഡറിലേക്ക് കയറി പിന്നീട് മണി ഇൻ ദ ബാങ്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു ലാഡറിലേക്ക് കയറുന്ന ആ ഒരു മൊമെൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ആൻഡ്രാഡെ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ പെൻഡ മെക്സിക്കൻ ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഒരു മൂവ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റും കാണാൻ സാധിച്ചു. അങ്ങനെ കിടിലമായിട്ടുള്ള മൊമെൻറ്റിലൂടെ മത്സരം മുന്നോട്ട് പോകുന്ന സമയത്ത് സെത്ത് റോളിൻസ് ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സെത്തിൻ്റെ കാല് പിടിച്ച് വെളിയിലേക്ക് ഇടുന്നു. അദ്ദേഹത്തെ റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇട്ടതിന് ശേഷം മറ്റുള്ള റെസ്ലേഴ്സ് ആൻഡ്രാഡയും പെൻഡയും ഒക്കെ ആ ഒരു ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ സെത്ത് റോളിൻസ് ബോയ്സിനോട് കയറി വരാൻ പറയുന്നു. ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും അങ്ങോട്ടേക്ക് വരുന്നു. ബ്രോൺ ബ്രേക്കർ വന്ന ഉടനെ തന്നെ എൽ ഗ്രാൻഡ് അമേരിക്കാനയെ സ്പിയർ ചെയ്ത് ആക്രമിക്കുന്നു. എൽ സ്പിയർ ചെയ്ത് ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ റിങ്ങിലുള്ള അവശേഷിക്കുന്ന എല്ലാവരെയും ആക്രമിച്ച് സോളസിക്കോവ മാത്രം അവശേഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മൊമെൻറ്റ് വരുന്നുണ്ട്. സോളസിക്കോവയും സെത്തും റിങ്ങിൻ്റെ വെളിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോളയെ ആക്രമിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ജേക്കബ് ഫാറ്റുവിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. ജേക്കബ് ഫാറ്റുവും ജെസി മെറ്റായോ എന്ന് പറയുന്ന റെസ്ലറും അങ്ങോട്ടേക്ക് വരുന്നു. ഇവർ ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള വലിയൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. ആ ഒരു ഫൈറ്റിൻ്റെ അവസാനം ബ്രോൺ ബ്രേക്കർ ജെസി മെറ്റായോ എന്ന് പറയുന്ന റെസ്ലറിനെ ബാരിക്കേഡിലേക്ക് സ്പിയർ ചെയ്ത് ആക്രമിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ജേക്കബ് ഫാറ്റു ബ്രോൺസൺ റീഡിനെതിരെ അദ്ദേഹം ആ ഒരു സമോവൺ ഡ്രോപ്പും അതിനുശേഷമുള്ള ഒരു ടോപ്പ് ഡ്രോപ്പ് മൊമെൻ്റൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം സോളസിക്കോവയ്ക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു. ലാഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോളോ ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് സോളോയുടെ കാല് പിടിച്ച് വലിച്ച് നിലത്തേക്കിട്ട് സൂപ്പർ കിക്കും അതിനുശേഷം സോളസിക്കോവയെ അദ്ദേഹത്തിൻ്റെ ഫിനിഷറും അടിച്ച് ആക്രമിക്കുന്നുണ്ട്. മോൺസോൾട്ടൊക്കെ അടിച്ച് അതിനുശേഷം ആ ബാരിക്കേഡിലും റിങ്ങിൻ്റെ ഹെപ്രോണിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്ന ലാഡറിൻ്റെ മുകളിലേക്ക് റോക്ക് ബോട്ടത്തിന് സമാനമായിട്ടുള്ള മൂവ് ചെയ്തുകൊണ്ട് സോളസിക്കോവയെ ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്നു. എന്നിട്ട് ജേക്കബ് ഫാറ്റു ആ റിങ് വിട്ടു പോകുന്നതും അവർ കാണിക്കുന്നുണ്ട്. പിന്നീട് എൽ എ നൈറ്റും സെത്തും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. എന്നിട്ട് എൽ എ നൈറ്റിനെ കെർബ് സ്റ്റോം ചെയ്തുകൊണ്ട് സെത്ത് ആക്രമിക്കുന്നു. സെത്ത് ആ ബ്രീഫ് കേസ് എടുക്കുന്ന ആ ഒരു മൊമെൻറ്റോട് കൂടിയിട്ട് മത്സരം അവസാനിക്കുന്നു. അപ്പോൾ സോളസിക്കോവ ജേക്കബ് ഫാറ്റു തുടങ്ങിയവർക്കിടയിലെ ആ ഒരു ശത്രുത അവർ ഇനി തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. സെത്ത് മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക് 2025 ആകുന്ന ഒരു മൊമെൻറ്റും ഇവരുടെ ഫാക്ഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കാണിച്ചുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റുകൾ അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റും അഞ്ചാമത്തേതുമായി നമുക്ക് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിച്ച മത്സരം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോയും കോഡി റോഡ്സും ടീം ആയിക്കോട്ടെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിന ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. നല്ല ഒരു സ്ലോ പേസോട് കൂടിയിട്ട് ആരംഭിച്ച ഒരു മത്സരമായിരുന്നു. ആദ്യം സീനയും കോടിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാൻ സാധിക്കുമെന്ന് കരുതി ലോഗൻ പോളിന് ടാഗ് കൊടുത്തുകൊണ്ട് സീന മാറുന്നു. അങ്ങനെ ലോഗൻ പോളിന് ടാഗ് കൊടുത്ത് സീന ഒഴിഞ്ഞു മാറുന്ന 1-2 പ്രാവശ്യത്തെ മൊമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് പിന്നീട് ജെ ഊസോ മത്സരത്തിലേക്ക് വന്നതിന് ശേഷമാണ് ജോൺസിന് അദ്ദേഹത്തിൻ്റെ കുറച്ച് മൂവ്സൊക്കെ ചെയ്യാൻ ആരംഭിക്കുന്നത്. സ്ലോ പേസ് എന്ന് പറഞ്ഞാൽ സ്ലോ പേസ് ആയിരുന്നു മത്സരത്തിൽ പകുതി സമയം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ജെ ഊസോയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജോൺസനെയും ലോഗൻ പോളും ആക്രമണം അഴിച്ചുവിടുന്നു. ജെ ഊസോയ്ക്ക് ടാഗ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മത്സര രീതി തന്നെയായിരുന്നു ലോഗൻ പോളും ജോൺസിനെയും ഏറ്റെടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മത്സരത്തിലെ ഒരു വലിയൊരു ഗതി മാറ്റുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ലോഗൻ പോളിനും ജോൺസണയ്ക്കും ഇടയിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നു. അത് ആദ്യം പരസ്പരം ടാഗ് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു മൊമെൻറ്റ്സ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഉന്തും താളുമാകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഹോട്ട് ടാഗ് കൊടുത്തുകൊണ്ട് കോടിയെ റിങ്ങിലേക്ക് ജെ ഊസോ ടാഗ് കൊടുത്ത് ഇറക്കുന്നത്. കോടി വന്ന് അദ്ദേഹത്തിൻ്റെ പവർ മൂവ്സ് ഒക്കെ ചെയ്ത് മത്സരത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ മത്സരം കിടിലമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോഗൻ പോൾ അറിയാതെ ഫ്രോഗ് സ്പ്ലാഷ് കൊടുത്ത് സീനയെ ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം സീന കോഡി റോഡ്സിനെ ഡബിൾ എ ചെയ്ത് കമൻറ്റേഴ്സ് ടേബിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അവിടെ ജെ ഊസോ സ്പിയർ ചെയ്തുകൊണ്ട് സീനയെ ആക്രമിക്കുന്നു. ആ സമയത്ത് തന്നെ ജെ ഊസോയുടെ ദേഹത്തേക്ക് ഒരു കിടിലൻ മൂൺസോൾട്ട് മൂവ് റിങ്ങിൻ്റെ ആ ഒരു റോപ്പിൽ നിന്ന് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ചെയ്ത് ആ കമൻറ്റേഴ്സ് ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ലോഗൻ പോളിൻ്റെ ഒരു കിടിലൻ മൂവ് അവർ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് റെഫറി ആ മൊമെൻറ്റ് അങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ കൊണ്ടുപോയപ്പോൾ ഈ മൊമെൻറ്റിൽ ജോൺസിനെ ടൈറ്റിൽ എടുത്തുകൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി വന്ന് ജോൺസിനെ ആക്രമിക്കുന്നു. പിന്നീട് ആ ഒരു മാസ്കൊക്കെ ഊരി അത് ആർ-ട്രൂത്ത് ആണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആർ-ട്രൂത്തിൻ്റെ ഒരു റിട്ടേൺ കാണിച്ച് ആർ-ട്രൂത്ത് ആ ഒരു ടൈറ്റിലെടുത്ത് ജോൺസിനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ച് ട്രൂത്ത് പെട്ടെന്ന് കണികളുടെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടുന്ന ഒരു മൊമെൻറ്റും കാണിച്ചുകൊണ്ട് തിരിയുന്ന ഒരു സമയത്ത് ജോൺസിനെ ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് കോഡി ആക്രമിക്കുന്നു. പിൻഫോളിലൂടെ ജോൺസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി
ജെ ഊസോ തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതും ഇരുവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റോട് കൂടി മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സർപ്രൈസുകൾ കൊണ്ട് ഒട്ടനവധി സർപ്രൈസുകൾ നമുക്ക് കാണാൻ സാധിച്ചു. കിടിലമായിട്ടുള്ള മത്സരങ്ങളായിരുന്നു എല്ലാം. ഡൊമിനിക്കിൻ്റെ IC ടൈറ്റിൽ മത്സരമാണ് ഒരു ആവറേജ് തലത്തിൽ ഫീൽ ചെയ്തത്. ബാക്കിയൊക്കെ കിടിലം മാച്ചായിരുന്നു. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.